ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ പകൽക്കാലം ബീലൈറ്റ് എന്ന ചാനലിലൂടെ നിങ്ങളുമായി സന്ദർശിക്കുവാൻ ദൈവം നൽകിയ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് നമ്മളുടെ ചിന്തയ്ക്കായി എടുക്കുന്നത് ദൈവ ആത്മാവിനെ ദുഃഖപ്പെടുത്താതെ നമ്മൾ എങ്ങനെ സംസാരിക്കണം, ഒരു ആത്മീയ വർധനവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. എഫേസ്യസ് ലേഖനം 4-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കേൾക്കുന്നവർക്ക് കൃപ വർദ്ധിക്കണം വേണ്ടതിന് ആവശ്യം പോലെ ആത്മീക വർധനവിനായി നല്ല വാക്കല്ലാതെ ആകാത്തത് ഒന്നും സംസാരിക്കരുതെന്ന്. അതായത് നമ്മുടെ ജീവിതത്തിൽ ആത്മീയ വർധനവ് ഉണ്ടാകണമെങ്കിൽ നമ്മൾ ദൈവഹിതം അനുസരിച്ച്, ദൈവത്തിൻ്റെ ഇഷ്ടം അനുസരിച്ച്, ദൈവത്തിന് ഇഷ്ടമുള്ള വാക്കുകൾ മാത്രമേ സംസാരിക്കാവുള്ളൂ. ചിലപ്പോൾ ചില സമയങ്ങളിൽ നമ്മൾ ദേഷ്യം വരുമ്പോഴൊക്കെ